ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറി തീമിൽ വരുന്ന കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസ്, ജ്വല്ലറി മേക്കിംഗ് ഇതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ചെറി ഡിസൈൻ തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡിസൈനുള്ള ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. പ്രൊഡക്റ്റ് ലിങ്ക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചെറി ഡിസൈനിൽ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ്. ഇതിന് വേണ്ടിയിട്ട് പൈപ്പ് ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടുള്ള ഈ ഐറ്റമാണ് യൂസ് ചെയ്യണത്. ഇത് കനം കുറഞ്ഞിട്ടുള്ള വേലിക്കമ്പി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ ഗ്രീൻ ഉപയോഗിച്ച് നമുക്കൊരു ബോ ഷേപ്പ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കളർ എടുക്കാം. നമ്മൾ ചെറി ഉണ്ടാക്കുമ്പോൾ റെഡ് എടുക്കാം. ഇതുപോലെ ഇത് ട്വിസ്റ്റ് ചെയ്ത് ഒരു സർക്കിൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി ഗ്രീൻ കളറിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ബോയിലോട്ട് ഈ ഒരു 2 സർക്കിൾസ് നമ്മൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ചെറിയുടെ ഡിസൈനുള്ള ഈ ഒരു ഐറ്റം നമ്മൾ ചെറിയൊരു ബ്ലാക്ക് ഹെയർ ക്ലിപ്പിലോട്ട് ഹോട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കുമ്പോഴാണ് നന്നായിട്ട് ഒട്ടി കിട്ടുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഹോട്ട് ഗ്ലൂ കുട്ടികളാണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പാരൻസിൻ്റെ ഗൈഡൻസിൽ ചെയ്യാനായിട്ട് കൂടി നോക്കുക. ഈ ഒരു ഐറ്റം വെച്ച് നമുക്ക് പല രീതിയിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, പൂക്കൾ ഇതൊക്കെ ഉണ്ടാക്കാം. ഓൺലൈനിലും കടകളിലും ഈ ഒരു പൈപ്പ് ക്ലീനർ എന്ന ഐറ്റം ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് പിക്സൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രോയിങ് ഐഡിയ ആണ്. സ്കെച്ചും അതുപോലെ ഒരു നോർമൽ വൈറ്റ് പേപ്പറും പെൻസിലും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ഡ്രോയിങ് ഐഡിയ. ഇത് ചെറിയ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിളാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അത് ഒരു 10 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റെക്റ്റാങ്കിൾ. ഇതിൽ നമ്മൾ ചെറിയ ചെറിയ ബോക്സുകൾ വരച്ചു കൊടുക്കണം. ബോക്സ് ചെറുതാകും തോറും നമ്മൾ വരയ്ക്കുന്നതിന് കുറച്ചുകൂടി കൂടുതൽ ഭംഗി ഉണ്ടാവും. എളുപ്പത്തിൽ കഴിയണമെങ്കിൽ കുറച്ച് വലിയ ബോക്സ് ഇതുപോലെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഗൂഗിളിൽ നിന്ന് ഒരു റെഫറൻസ് ഇമേജ് അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ചെറി എന്ന് പറഞ്ഞിട്ട് പിക്സൽ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് നോക്കി കൃത്യമായിട്ട് എത്ര ബോക്സ് വരയ്ക്കണമെന്നും ഏതൊക്കെ ബോക്സിലാണ് കളർ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് മാർക്കിംഗ് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ടുള്ള ഏരിയാസിൽ മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഈ ബോക്സുകളിൽ കളർ ചെയ്യുക. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പോലെയാണ് ഇതിൻ്റെ ഒരു കളറിങ് രീതി വരിക. സാധാരണ നമ്മൾ ചെറി വരയ്ക്കുന്ന പോലെ ഒരു റൗണ്ട് സർക്കിൾ പോലെ അല്ല ഇരിക്കുക, എന്നാൽ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. ഇനി നല്ല സ്കെച്ച് ഉപയോഗിച്ച് നല്ല ഡാർക്കായിട്ട് ഇത് കളർ ചെയ്ത് കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് സൈഡുകൾ ഫിനിഷിംഗ് ആക്കിയും കൊടുക്കാൻ നോക്കുക. നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ഫുൾ കളറിങ് ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആ റെഡ് പോർഷനിലും ഗ്രീൻ കളറിലും നമ്മൾ കളർ ചെയ്തതിൻ്റെ താഴ്ഭാഗത്തുള്ള പെൻസിൽ ലൈൻസ് നമുക്ക് പതുക്കെ മാറ്റാം. ബാക്കിയുള്ള പെൻസിൽ ലൈൻസ് അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം അതൊക്കെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ലൈൻസ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഒരു കട്ടിയുള്ള പേപ്പറിലോട്ട് ഇതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഷിയൊക്കെ സ്പ്രെഡായി പോകണ്ട വെച്ചിട്ടാണ്. ശരിക്കും ഇത് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരു 3D എഫക്റ്റ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. കാരണം ചെറിയൊരു വൈറ്റ് ഡോട്ട് അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു ഗ്ലേസിങ് അല്ലെങ്കിൽ ഒരു തിളക്കൊക്കെ ഉള്ള പോലെ ഒരു ഫീൽ കിട്ടും. നമ്മളിനി ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബോർഡർ ഒന്നും കൂടിയും ഡാർക്ക് ചെയ്തൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറി പിക്സൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഡിസൈനിലുള്ള എന്തെങ്കിലും ഒരു ജ്വല്ലറി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഇസ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണ്. അതിനുവേണ്ടി കനം കുറഞ്ഞിട്ടുള്ള ടങ്കീസാണ് നമ്മൾ യൂസ് ചെയ്യണേ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കനം കുറഞ്ഞിട്ടുള്ള നൈലോൺ നൂല് കിട്ടും. അത് പൊട്ടില്ല. ആ ജ്വല്ലറി മേക്കിങ്ങിന് അതാണ് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കാം. ആദ്യം തന്നെ നമ്മളൊരു 6 മുത്തുകൾ വൈറ്റ് കളറിലുള്ളത് ഇട്ട് കൊടുത്തു. ചെറിയ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറും 2 റെഡ് കളർ മുത്തുകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് ആ ഒരു ചെറിയ ഡിസൈൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കുഞ്ഞു ട്രിക്ക്. നമ്മൾ ഈ ഒരു നൂലിനെ ബാക്കിലോട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ആ ഗ്രീൻ കളറിലുള്ള മുത്തിലൂടെ കടത്തിയിട്ട് പുറത്തോട്ട് എടുക്കുക. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ വലിച്ച് അതിനടുപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ കിട്ടും. ആ ചെറുതായിട്ടൊരു ചെറിയ ഡിസൈൻ കൊടുക്കുന്ന ഒരു ഫീലാണ് കൊടുക്കുന്നത്. ഒരു ചെറിയ ഇലയും 2 ചെറി ഇരിക്കുന്ന പോലൊരു ലുക്ക് കണ്ടില്ല, ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കിട്ടും. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ദേ ഇവിടെ ഒരു ഇമേജ് കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഗ്രീൻ ബീഡും പിന്നെ 2 റെഡ് കളറുള്ള ബീഡ്സുമാണ്. അത് ബാക്കിലോട്ട് നമ്മൾ നൂല് കൊണ്ടുവന്നിട്ട് ആ ഒരു ഗ്രീനിലൂടെ കടത്തി പുറത്തോട്ട് എടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ശേഷം വീണ്ടും നമ്മൾ വൈറ്റ് കളറുള്ള മുത്തുകൾ ഒരു 5-6 ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഈ ഡിസൈൻ റിപ്പീറ്റ് ചെയ്യുക. ഇത് ബ്രേസ്ലെറ്റ് ആയാലും മാലയായാലും ഉണ്ടാക്കാനൊക്കെ നമുക്ക് സെയിം ഐഡിയ യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ആയി കഴിയുമ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ ലെങ്ത് ആയി കഴിയുമ്പോൾ നമ്മൾ
ഏറ്റവും അറ്റത്തായിട്ട് ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ടുള്ള കുളത്ത് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുക. രണ്ടറ്റത്തും, ഒരു അറ്റത്ത് ഒരു ഹുക്കും അതിൻ്റെ അറ്റത്ത് ഒരു കണ്ണിയും ഫിക്സ് ചെയ്ത് കൊടുക്കുക, കെട്ടി കൊടുക്കുക. കെട്ടി കൊടുത്ത ശേഷം നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല പശ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെയാണ് മാലയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ചെറിയൊരു ക്യൂട്ട് ചെറിയ ഡിസൈൻ എഫക്റ്റ് നമ്മളിങ്ങനെ ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ചെറിയ ഗോൾഡ് ചെയിനും ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു പെൻഡൻറ്റ് നമുക്ക് ഉണ്ടാക്കാം. നേരത്തെ കാണിച്ച ആ ഒരു അതേ ഡിസൈൻ തന്നെ നമ്മൾ ചെയ്യണുള്ളൂ. അതായത് ഗ്രീൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് 2 റെഡ് കളർ ബീഡ്സ് ഇട്ട് കൊടുത്ത് നേരത്തെ കാണിച്ച പോലെ ആ ഒരു ത്രെഡ് ബാക്കിലോട്ട് ആ ഒരു ഗ്രീനിലേക്ക് നമ്മൾ കടത്തി കൊടുത്തിട്ട് വലിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞതേ ഒരു ചെറിയ പെൻഡൻറ്റും കൂടി കിട്ടി. ഇതിൽ നമ്മളൊരു ചെറിയൊരു കുളത്തും കൂടിയിട്ട് കെട്ടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കുളത്ത് നമ്മളെപ്പോഴും നല്ല കടുങ്കെട്ട് ഇട്ടിട്ട് ടൈറ്റായിട്ട് കെട്ടി വെക്കണം. എന്നിട്ട് ഗ്ലൂ ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ലൂസായി പൊട്ടിപ്പോവും. അത് നമ്മളിതേ കെട്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാലയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു ചെയിനും കൂടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കമ്മലും ചെറുത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ചെറിയ ഡിസൈനുള്ളൊരു ചെറിയ സ്റ്റഡ് ഉണ്ടായിരുന്നു, അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ കാർഡാണ്, അതും ചെറിയ ഡിസൈനിൽ. ഇത് നമുക്ക് സ്റ്റഡി ഏരിയയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. നമ്മളിതിൽ കാണിക്കുന്നതെല്ലാം ഭയങ്കര ഈസി ഐഡിയാസാണ്. കാരണം നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്യാൻ തോന്നണം. ബുദ്ധിമുട്ടുള്ളതാവുമ്പോൾ നമ്മൾ കണ്ടുപോകുന്നല്ലാതെ ചെയ്ത് നോക്കില്ല. അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ, നമുക്കും എളുപ്പമുള്ളത് ചെയ്യാൻ ഇഷ്ടം, അങ്ങനത്തെ ഒരെണ്ണം ട്രൈ ചെയ്യണം. നമ്മൾ ചെറിയുടെ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുത്ത് അതൊക്കെ നമ്മൾ കളർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോട്ട്, ഒരു വാചകം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി വെക്കാം. ചെറി എന്ന വേർഡ് വരുന്ന എന്തെങ്കിലുമൊക്കെ കോട്ട് എഴുതുകയാണെങ്കിൽ നന്നായി. കാരണം അപ്പോൾ ആ വരച്ച പിക്ചറിന് കുറച്ചും കൂടി ഒരു നല്ല രസമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയുടെ എന്തെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാചകം നമുക്ക് എഴുതി കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ കുറേ കാർഡ്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്റ്റഡി ഏരിയയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ചെറിയുടെ അറ്റത്തായിട്ട് ഇതുപോലെ വൈറ്റ്നർ ഉപയോഗിച്ച് ഒരു ലൈനും ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുത്താൽ ചെറിക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഏതൊരു പിക്ചർ വരയ്ക്കുമ്പോഴും ഇങ്ങനെ വൈറ്റ്നർ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു കുറച്ചും കൂടി ഭംഗി കിട്ടും. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ചെറിഷ് എവറി മൊമെൻറ്റ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. ചെറിയെന്ന് നമ്മൾ അവിടെ ആ വേർഡ് എഴുതിയെന്ന് മാത്രം. ശരിക്കുള്ള ചെറിഷിൻ്റെ സ്പെല്ലിങ് ഇതല്ല കേട്ടോ. നമ്മൾ ആ ഇങ്ങനെ ഒരു തീമിൽ വരച്ചുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം. ചെറി നമ്മൾ വരച്ചതിന് ചുറ്റും ബ്ലാക്ക് ഉപയോഗിച്ച് ബോർഡറും കൂടി വരച്ചു കൊടുക്കുക. ഇനി കൂടുതലൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വരച്ചെടുത്തുള്ള ഈ ഒരു പേപ്പർ നമുക്കൊരു കാർഡ് ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കാർഡ് ബോർഡിലേക്ക് ഇത് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതിന് മുകളിൽ വീതിയുള്ള സെല്ലോ ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ആയാലും അത് കേടാവില്ല. അത് വേണമെങ്കിൽ മതി, ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ മോട്ടിവേഷൻ കാർഡ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ട് ചെറിയുടെ ഒരു 3D ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ഡിസൈൻ നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ഫ്രെയിമിലേക്കോ അല്ലെങ്കിൽ ഒരു ത്രെഡുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ കുറച്ച് സർക്കിൾ ഇതുപോലെ വരച്ചെടുത്തിട്ട് റെഡ് കളർ സ്കെച്ച് ഉപയോഗിച്ച് കളർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏകദേശം ഒരു 8 സർക്കിൾസാണ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വൈറ്റ്നർ ഉപയോഗിച്ച് ഇതെല്ലാം അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റ് ചെയ്ത ശേഷം ഈ സർക്കിൾസ് എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സർക്കിൾസ് എല്ലാം തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗം കൂടി റെഡ് കളർ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. 2 വശവും കളർ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിതൊന്ന് സെൻറ്റർ ഭാഗം വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ കളർ ചെയ്ത എല്ലാ പീസസും ഇങ്ങനെ സെൻറ്ററിൽ വെച്ചതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. അങ്ങനെ ഈ ഒരു 8 പീസസും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ തണ്ടുണ്ടല്ലോ ഗ്രീൻ കളറിലുള്ളത്, അത് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് നീളത്തിൽ ഗ്രീൻ കളർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒന്നുകൂടിയും കനം കുറച്ച് അതിനെ കട്ട് ചെയ്തിട്ട് നമ്മളത് രണ്ടും കൂടി ഒന്ന് കൂട്ടി ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 2 സ്ട്രിപ്സ് ഇതുപോലെ ഗ്രീൻ കളറിൽ ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സർക്കിൾസ് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു അരികഭാഗത്ത് മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ സർക്കിൾസും ഫോൾഡ് ചെയ്ത രീതിയിൽ തന്നെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. 4 സർക്കിൾസാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലൂ ചെയ്ത് 4 പീസസ് വെച്ച ശേഷം ലാസ്റ്റിൽ നമ്മൾ ഈ ഒരു തണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഗ്രീൻ കളർ അതും കൂടി അതിൻ്റെ കൂടെ ഒട്ടിച്ച്
നന്നായിട്ടൊന്നെല്ലാം അമർത്തി കൊടുക്കുക. അതിനുശേഷം പതുക്കെ പതുക്കെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്ന ആ ചെറിയ പേപ്പറുകളൊന്ന് പതുക്കെ പതുക്കെ നീർത്തി കൊടുക്കുക. അതിപ്പോൾ തന്നെ പതുക്കെ നീർത്തുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ അല്ലാതെ ഒട്ടിപ്പോയാൽ എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ചോണാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇപ്പം തന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ തുറന്നു കൊടുക്കുക. കണ്ടില്ലേ ഇതുപോലെ. അങ്ങനെ തുറക്കുമ്പോൾ ശരിക്കൊരു 3D ഡിസൈൻ പോലെ ഏകദേശം വരുന്ന ഇങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇത് കിട്ടുക. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള 4 സർക്കിൾസും വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഈ 2 തണ്ടുകൾ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ തണ്ടുകൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ഇലാഡ് ഡിസൈൻ ഇതുപോലെ വരച്ചെടുത്ത് അതുകൂടി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് ചെറിയ പേപ്പർ ചെറി റെഡിയായി. ഇനി ഇത് നമുക്ക് ഒരു ത്രെഡിൽ കോർത്തിട്ട് ഹാങ് ചെയ്തിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും വെക്കാം. ഇനി നമുക്ക് വുള്ളൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയ ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കീ ചെയിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റെഡും ഗ്രീനും ഉപയോഗിക്കുകയാണെങ്കിലാണ് ഭംഗി കൂടുതൽ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് റോസും ഗ്രീനും ആയിരുന്നുകൊണ്ട് അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ഫോർക്കും ഇതുപോലത്തെ വുള്ളൻ ത്രെഡുമാണ് വേണ്ടത്. ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ നൂലിങ്ങനെ ചിറ്റി കൊടുക്കുക കൈ കൊണ്ട്, ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇത് ഒരു 70 തവണ ഇതുപോലെ ചിറ്റണം. ഫോർക്ക് എടുത്തിട്ട് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ വെറുതെ ഇങ്ങനെ നൂല് ചിറ്റത്രേ ഉള്ളൂ. ഫുള്ള് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പതുക്കനെ ആ ഫോർക്കും വന്ന് ആ ഒരു നൂലിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ കെട്ടിനെ ഊരിയെടുക്കുക പതുക്കെ. ഓക്കെ, അത് വിട്ടു പോരരുത്. ഇതുപോലെ പതുക്കെ ഊരിയെടുക്കുക, കട്ട് ചെയ്തിട്ട് ഊരിയെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇത്തിരി വലിയ പീസ് ത്രെഡ് ഇതുപോലത്തെ എടുത്തിട്ട് അതിനെ ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ട് കെട്ടി കൊടുക്കുക. ഓക്കെ, അതിങ്ങനെ കെട്ടിയിട്ട് അതിനെ തിരിച്ചിട്ട് മറുവശവും കെട്ടി കൊടുക്കുക. നന്നായിട്ട് ടൈറ്റിൽ കെട്ടി കൊടുക്കുക. കടുങ്കെട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോൾ കിട്ടും. കണ്ടില്ലേ, ഈ സൈഡ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കത്തര വെച്ചിട്ട് ആ മടങ്ങിയിരിക്കുന്ന സൈഡുകളെല്ലാം അങ്ങനെ മുറിച്ച് നമ്മൾ ആദ്യം ഞാൻ കാണിച്ചില്ലേ ഒരു കുഞ്ഞ് റോസ് കളറിൽ ബോൾ, അതുപോലെ ആക്കിയെടുക്കണം. സൈഡ് ഇങ്ങനെ വെട്ടി കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കുന്നത് വെട്ടണം കേട്ടോ. അങ്ങനെ വെട്ടി നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരുന്ന വരെ വെട്ടണം. അതിലൊരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ സെൻറ്ററിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് വെട്ടി കളയരുത് കേട്ടോ. അത് വെട്ടിയതെല്ലാം കൂടി ഒഴിഞ്ഞു പോകും. ഇങ്ങനെ വെട്ടി ഇതുപോലെ ഒരു ഉണ്ട, ഒരു പോം പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വുള്ളൻ ത്രെഡ് എടുത്ത് ഈ ഒരു 2 ബോളുകൾ നമ്മൾ ഉണ്ടാക്കിയമ്മയ്ക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സൂചി നൂല് ഉപയോഗിച്ചിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോഷ്യ ഇതുപോലെ ചെയ്തിട്ട്, അതായത് ഒരു ത്രെഡ് ഇങ്ങനെ ഉപയോഗിച്ച് ക്രോഷ്യ ചെയ്തെടുത്തിട്ടുള്ള നൂല് ഉപയോഗിച്ച് ബോ ഉണ്ടാക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ, അങ്ങനെയും ചെയ്യാം. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ത്രെഡ്, അത് ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ബാഗുമ്മ കീ ചെയിൻ പോലെ ഹാങ് ചെയ്ത് ഇടാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പുമ്മ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ഐഡിയ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരാം. malayali.momcrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐഡിയിലോട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ ആ പിക്ചേഴ്സ് നമ്മുടെ വരുന്ന വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.